താരൻ പറഞ്ഞു കൊടുത്തപ്പോ ഒന്നും കൂടി വൈരാഗ്യം കൂടി ബാലിയായിട്ടുള്ള. പിന്നെ മുഖാമുഖം നിന്നാലാണല്ലോ തോപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ബാലിക്ക് രാവണൻ. പുറകിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പൂർവ്വ സമുദ്ര തീരത്ത് എന്നിട്ട് രാവണ ബുദ്ധി കൊണ്ട് രാവണൻ ഈ 10 തലയുള്ള മഹാൻ ബാലിയുടെ പുറകിൽ ഇന്നിപ്പോ സത്യത്തിൽ സന്തോഷി ഈ പുതുതലമുറ അറിയേണ്ട വിഷയം ഇത് തന്നെയാണ്. ഇത് പുതിയ അറിവാണ്. ഈ രാവണ ബുദ്ധിയെ കുറിച്ച് നമ്മുടെ തലമുറ പഠിക്കണം. ഈ രാവണനെ വിശേഷിച്ചുണ്ടാക്കുന്ന ആളുകള് രാവണ ബുദ്ധിയെ കുറിച്ച് നമ്മുടെ തലമുറ മനസ്സിലാക്കണം. അതെ, ക്ഷത്രിയ രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള യുദ്ധകുലീനായിട്ടുള്ള ആളാണ് ബാലിയുടെ പുറകിൽ ചെന്നിട്ട് ബാലിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വധിക്കാനായിട്ട് ശ്രമിച്ചത്. അദ്ദേഹം വിചാരിച്ചത് ഒരുപക്ഷെ വാലെ പിടിച്ച് നിലത്തടിക്കാനായിരിക്കും ശ്രമിച്ചത് ബാലിയെ. ഇപ്പോ ഉള്ള രാവണ വിഭാഗക്കാർ ഇതൊക്കെ തന്നെ കുറെ കൂടെയുള്ള ഏർപ്പാടാണ് അവർ ചെയ്യുന്നത്. ബാലി വളരെ ഭക്തനുമാണ്. അതെ, ബാലി എന്ന് പറഞ്ഞാൽ വരുണന്റെയും ഇന്ദ്രന്റെയും പുത്രനാണ്. അങ്ങനെയായിട്ടുള്ള ആ ബാലി ഈ പൂർവ്വ സമുദ്ര തീരത്ത് ചെന്ന് നാമം ജപിച്ചു തുടങ്ങി. ആ സമയത്താണ് പുറകിൽ നിന്ന് ചെല്ലുന്നത്. രാവണ ബുദ്ധിയായിട്ട് ചെല്ലുകയാണ്. അപ്പൊ രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ ബാലിയെ വാലെ പിടിച്ച് നിലത്തടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കാൻ ചെന്നത്. പക്ഷെ ബാലി അതറിഞ്ഞുകൊണ്ട് വാല് നീട്ടിയിട്ട് കൊടുത്തു ദേഹത്തേക്ക്. ക്രമേണ വാലിൽ ചുറ്റിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ രാവണന്റെ ശരീരം മുഴുവൻ ബാലിയുടെ വാലങ്ങ് ചുറ്റി വിറക് കെട്ടണ പോലെ അങ്ങ് കിട്ടി. എന്നിട്ട് ഉള്ള സമുദ്രം മുഴുവൻ അങ്ങോട്ട് ചാടി. അങ്ങനെ ബാലിയുടെ വാലിൽ തൂങ്ങി ഒരു ദിവസം. ബാലി കിഷ്കിന്ധയിൽ തിരിച്ചെത്തുന്നത് വരെ ബാലിയുടെ വാലിൽ രാവണൻ ഉണ്ടായിരുന്നു.